വാസ്റ്റ് ആയിട്ടുള്ളതും എന്നാൽ മനസ്സിലെത്തി പഠിച്ചാൽ സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏതാ? നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റം. കെമിസ്ട്രിയിൽ മാത്രമല്ല ഈ ഒരു ഐഡിയാസ് ഫിസിക്സിൽ നമുക്ക് ഒരുപാട് യൂസ് ആവുന്നുണ്ട് പല ചാപ്റ്ററുകളിലും. ഇന്ന് നമ്മൾ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. പേരിൽ തന്നെ മനസ്സിലാവും, ആറ്റത്തെക്കാളും ചെറിയ പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ് നമുക്കിപ്പോൾ അറിയാം. പ്രോട്ടോൺസ്, ഇലക്ട്രോൺ, ന്യൂട്രോൺസ്, അങ്ങനെ. ഈ ഒരു സബ് ആറ്റോമിക് പാർട്ടിക്കിളിൻ്റെ ഡിസ്കവറി ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയുടെ ഫെയിലിയർ ആണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ തന്നെ പറഞ്ഞു, ഡാൾട്ടൻസ് അറ്റോമിക് തിയറി വെച്ച് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞു അല്ലേ. ഒരുപാട് എല്ലാ ലോസും തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞു ഡാൾട്ടൻസ് അറ്റോമിക് തിയറി യൂസ് ചെയ്തിട്ട്. ബട്ട് ഡാൾട്ടൻ പറഞ്ഞു വെച്ചത് എന്തോന്നായിരുന്നു? ഡാൾട്ടൻ പറഞ്ഞു വെച്ചത് ഒരു ഇൻഡിവിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിളിലേക്ക് അവസാനം എത്തിച്ചേരും ഏതൊരു മാറ്റർ നോക്കിയാലും. അതിന് നമ്മൾ ആറ്റം എന്ന് വിളിച്ചു എന്ന് നമ്മൾ ഡാൾട്ടൻ പറഞ്ഞു വെച്ചു. ഈ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ ഡിസ്കവറി ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിക്ക് ഏറ്റവും ഒരു വലിയ പ്രഹരമായിരുന്നു. കാര്യം എന്ത്? അദ്ദേഹം പറഞ്ഞ് ആറ്റമല്ല ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ, അതിനേക്കാളും ചെറിയ പാർട്ടിക്കിൾസ് കണ്ടുപിടിച്ച് കഴിഞ്ഞല്ലോ അല്ലേ. അപ്പോഴേ അത് അദ്ദേഹത്തിനൊരു ഐഡിയ ആയിരുന്നു. അതുവരെയും ഒരു കോൺട്രഡിക്ഷനും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഒരു ഐഡിയയായി മാറി. ഓക്കെ, എങ്ങനെയാണ് മറ്റേലേക്ക് എത്തിയത്? ഇപ്പോൾ നമ്മൾ ഈ ഗ്ലാസ് റോഡും ഫർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഹെയറി സ്കിന്നാണല്ലോ, ഈ ഷീപ്പിൻ്റെയൊക്കെ ഹെയറി സ്കിന്നാണല്ലോ. ഈ ഗ്ലാസ് റോഡും ഫറും തമ്മിൽ, അല്ലെങ്കിൽ ഗ്ലാസ് റോഡ് അല്ലെങ്കിൽ എംബ്രൈറ്റ് റോഡും സിൽക്കും തമ്മിലൊക്കെ നമ്മൾ ഹോൾസ് നോക്കുമ്പോഴത്തേക്ക് അവിടെ എന്തോ ഒരു ചാർജ് ഡിസ്ചാർജ് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്ത് ഈ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ഈ ഡാൾട്ടൻസ് അറ്റോമിക് തിയറി ഫെയിൽ ആവാനായിട്ട് തുടങ്ങിയത്. ഓക്കെ, പിന്നെ ഓരോരോ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ശാസ്ത്രം പുരോഗമിക്കുന്നതനുസരിച്ച് കണ്ടുപിടിച്ചുകൊണ്ടേയിരുന്നു. ആദ്യം പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ അതൊക്കെ കണ്ടുപിടിച്ചു. അതിനുശേഷം ഇതിനേക്കാളും ചെറിയ പാർട്ടിക്കിൾസ്, കോക്സ്, അങ്ങനെയൊക്കെ ഒരുപാട് പാർട്ടിക്കിൾസ് ഇന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം മുന്നോട്ടും കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനിയും ഒരുപാട് പാർട്ടിക്കിൾസ് ഇതുപോലെ കാണാം, അതും ശാസ്ത്രം കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, ഈ പ്രോട്ടോൺ, ന്യൂട്രോണും ഇലക്ട്രോണും ഒക്കെ ആരൊക്കെ കണ്ടുപിടിച്ചത് നമുക്ക് നോക്കാം. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഗോൾഡ്സ്റ്റീൻ എന്ന സയൻറ്റിസ്റ്റാണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. ഇലക്ട്രോൺ ആകട്ടെ ആരാ? ജെ ജി തോംസൺ എന്ന സയൻറ്റിസ്റ്റാണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. ന്യൂട്രോൺ ചാഡ്വിക് എന്ന സയൻറ്റിസ്റ്റാണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. ഡിസ്കവറി ഓഫ് ഇലക്ട്രോണിൻ്റെ ഡിസ്കവറിയെ പറ്റി ഒരു കഥ പോലെയാണ് നമ്മൾ പറഞ്ഞു പോകാൻ പോകുന്നത്. ഈ കഥയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് എക്സ്ട്രാ ഓർത്തിരിക്കണം എന്ന് പറയും. അത് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. അത് കഥയിലേക്ക് പോവാം. ഓക്കെ, ഓരോരുത്തരായിട്ട് ഓരോ കഥകൾ വന്ന് നമുക്ക് പറഞ്ഞു തന്നു. അതിൽ നിന്ന് നമുക്ക് ഇലക്ട്രോൺ കണ്ടുപിടിച്ച ആരാണ് നമുക്കറിയാം. ആരാണ്? ജെ തോംസൺ ആണ്. കുറേ തിയറീസ് അതിൽ നിന്നൊക്കെയാണ് അദ്ദേഹം ഈ ഒരു ഇതിലേക്ക് എത്തിയത്. അപ്പോൾ ഓരോ സെഞ്ചുറീസ് കഴിയുമ്പോഴും ഓരോ കാര്യങ്ങളൊന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം 1830 ആര് വന്നു? മൈക്കിൾ ഫാരഡേ എന്ന സയൻറ്റിസ്റ്റ്. ഓക്കെ, ആരാണ്? മൈക്കിൾ ഫാരഡേ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ്. ഫിസിക്സിലൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു പേരാണ് ഈ മൈക്കിൾ ഫാരഡേ എന്ന. ഓക്കെ, അദ്ദേഹം ഫിസിക്സിലൊക്കെ ശരിക്കും കോൺട്രിബ്യൂഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ എന്താ പറഞ്ഞത്? അദ്ദേഹം ഒരു റിസൾട്ട് നമുക്ക് കാണിച്ചു തന്നു. ഈ ഇലക്ട്രോലൈറ്റിൻ്റെ ഒരു സൊല്യൂഷനിലേക്ക് അദ്ദേഹം ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു. ഓക്കെ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്തപ്പോഴത്തേക്ക് ഈ സൊല്യൂഷനിൽ നിന്ന് കുറേ മാറ്റേഴ്സ് ഈ ഇലക്ട്രോഡ്സിലേക്ക് പോയി ഡെപ്പോസിറ്റ് ചെയ്തു. ഓക്കെ, എന്താണ്? അദ്ദേഹം ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ ഒരു സൊല്യൂഷനിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്തപ്പോഴത്തേക്ക് അതിൽ നിന്നുള്ള മാറ്റേഴ്സ് ഇലക്ട്രോഡിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഒബ്സർവേഷനിൽ നിന്ന് അദ്ദേഹം കുറേ ലോസ് ഒക്കെ ഉണ്ടാക്കി. ആ ലോസിനെ പറ്റി നമ്മളിപ്പോൾ പഠിക്കേണ്ട, അത് നമുക്ക് പഠിക്കാനാവും. എപ്പോഴാണ് നമ്മൾ പഠിക്കുന്നതൊക്കെ? അതൊക്കെ നമ്മൾ +2 പഠിക്കുന്നത്. +2 അതൊക്കെ പഠിക്കും. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെയൊന്നും ഇങ്ങനൊരു സയൻറ്റിസ്റ്റിനെ പറ്റി ഒന്ന് പറഞ്ഞത് മൈക്കിൾ ഫാരഡേ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ്. ഇതും ഓർത്തിരിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഒരു കഥ പറഞ്ഞു പോകണമെന്ന്. ആ കഥയിലെ ഒരു തുടക്കം മാത്രമാണിത്. 1850കളുടെ മധ്യകാലഘട്ടത്തിൽ ഒരുപാട് സയൻറ്റിസ്റ്റ്, മെയിനായിട്ട് നമ്മുടെ ഫാരഡേ ഒക്കെ കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബിൽ നിന്നുള്ള ഇലക്ട്രിക് ഡിസ്ചാർജിനെയൊക്കെ പറ്റി പഠിച്ചു. ഓക്കെ, അപ്പോൾ കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് അല്ലേ, അങ്ങനെ ഒരു പേര് നമ്മളിവിടെ കേട്ടു. ഏതാ? കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ്. അപ്പോൾ ഇതെന്താ സംഭവം? ഈ കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എന്ന് വെച്ചാൽ എന്തോ സംഭവം? ഈ കാഥോഡ് റേ ട്യൂബിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കിയാലോ? സ്ട്രക്ചർ എങ്ങനെയാണ്? അതെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു ട്യൂബാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ അകത്ത് 2 പീസ് ഓഫ് മെറ്റൽ കാണും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇലക്ട്രോഡ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണ് ഒരു ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ട്യൂബ്. അതിൻ്റെ അകത്ത്
രണ്ട് പീസ് മെറ്റൽ സ്ട്രിപ്സ്, മെറ്റലിൻ്റെ 2 പീസുകളാണ്. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇലക്ട്രോഡ് എന്ന് വിളിക്കും. ഓക്കെ, അതാണ് നമ്മുടെ ഏത് കാഥോഡ് റേയുടെ സ്ട്രക്ചർ. കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇനി ഇലക്ട്രിക് ഡിസ്ചാർജിനെ പറ്റിയാണ് ഇവരൊക്കെ പഠിച്ചതെന്ന് പറഞ്ഞില്ലേ. ഈ ഇലക്ട്രിക് ഡിസ്ചാർജ് എപ്പോഴാണ് സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, ഇലക്ട്രിക് ഡിസ്ചാർജ് എപ്പോഴാണ് സംഭവിക്കുന്നത്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴാണ് ഇലക്ട്രിക് ഡിസ്ചാർജ് സംഭവിക്കുന്ന ആ ഒരു കണ്ടീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. വെരി ലോ പ്രഷർ ആൻഡ് അറ്റ് വെരി ഹൈ വോൾട്ടേജ്. ഈ ഒരു കണ്ടീഷൻ, ലോ പ്രഷറും ഹൈ വോൾട്ടേജും ആയിട്ടുള്ള കണ്ടീഷൻ, ഈ കണ്ടീഷൻ ഓർത്ത് വയ്ക്കണം കേട്ടോ. ഈ ഒരു കണ്ടീഷൻ ഓർത്ത് വയ്ക്കണം എന്തായാലും. വെരി ലോ പ്രഷറിലും വെരി ഹൈ വോൾട്ടേജ്, ഈ ഒരു കണ്ടീഷനിലാണ് എന്ത് നടക്കുന്നത്? ഇലക്ട്രിക് ഡിസ്ചാർജ് നടക്കുന്നത്. ഓക്കെ, ഇലക്ട്രിക് ഡിസ്ചാർജ് നടക്കുന്ന കണ്ടീഷനാണ് ഏത്? വെരി ലോ പ്രഷറും വെരി ഹൈ വോൾട്ടേജും. ഓക്കെ, നമ്മൾ ഇതുവരെ കാഥോഡ് റേയെ പറ്റി പറഞ്ഞില്ലല്ലേ. ഇത്രയും നേരം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബിന്റെ സ്ട്രക്ചറിനെ പറ്റി പറഞ്ഞു, ഈ ഇലക്ട്രിക് ഡിസ്ചാർജ് നടക്കുന്ന ആ ഒരു കണ്ടീഷൻ പറഞ്ഞു. എന്തെന്ന് പറഞ്ഞു? വെരി ലോ പ്രഷറും വെരി ഹൈ വോൾട്ടേജ് എന്നും പറഞ്ഞു. ഇനി കാഥോഡ് റേ എന്തുവാ? കാഥോഡ് റേ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? കാഥോഡ് റേ എന്ന് വെച്ചാൽ എന്താണ്? കാഥോഡ് റേ നമ്മളൊരു ഹൈ വോൾട്ടേജ് ഇലക്ട്രോണിന് അക്രോസ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, എങ്ങനെ? നെഗറ്റീവ് ഇലക്ട്രോഡായ കാഥോഡിൽ നിന്ന്. ഓക്കെ, നെഗറ്റീവ് ഇലക്ട്രോഡ് ഏതാണ്? അത് ഓർത്തേക്കണേ. നെഗറ്റീവ് ഇലക്ട്രോഡ് ഏതാണ്? നെഗറ്റീവ് ഇലക്ട്രോഡാണ് നമ്മുടെ കാഥോഡ്. കാഥോഡാണ് നമ്മുടെ നെഗറ്റീവ് ഇലക്ട്രോഡാണ് ഏത്? കാഥോഡ്. നെഗറ്റീവ് ഇലക്ട്രോഡിൽ നിന്ന് പോസിറ്റീവ് ഇലക്ട്രോഡിലേക്കാണ് എന്ത് ഫ്ലോ ചെയ്യുന്നത്? കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, എപ്പോഴാണ്? നമ്മളൊരു ഹൈ വോൾട്ടേജ് ഇലക്ട്രോണിന് അക്രോസ് ആയിട്ട് കൊടുക്കുമ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. എവിടെ നിന്ന് ഇങ്ങോട്ട്? നെഗറ്റീവ് ഇലക്ട്രോഡായ കാഥോഡിൽ നിന്ന് പോസിറ്റീവ് ഇലക്ട്രോഡായ ആനോഡിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഇത് ഓർത്തിരിക്കണം കേട്ടോ. എവിടെ നിന്ന് ഇങ്ങോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്? കാഥോഡ് ടു ആനോഡിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ഈ കറണ്ട് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? കുറേ സ്ട്രീം ഓഫ് പാർട്ടിക്കിൾസിൻ്റെ ഒരു സ്ട്രീം ആയിട്ടാണ് ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണ്? പാർട്ടിക്കിൾസിൻ്റെ ഒരു സ്ട്രീം ആയിട്ടാണ് ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, പാർട്ടിക്കിൾസിൻ്റെ ഒരു സ്ട്രീം ആയിട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒഴുകുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒഴുകുന്ന കറണ്ട് ഒഴുകുമല്ലേ, സ്ട്രീം ഓഫ് പാർട്ടിക്കിൾസ് ആയിട്ട് ഇങ്ങനെ ഒഴുകുമല്ലേ. അപ്പോൾ ഇത് ശരിയാണോ എന്ന് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യണ്ടേ? ഇങ്ങനെ ഒഴുകുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒഴുകുമെന്ന് നമ്മൾ വെറുതെ വിചാരിച്ചു വെച്ചാൽ പറഞ്ഞു നമുക്കൊരു സംശയം ഒഴുകുന്നുണ്ടോ. അപ്പോൾ അത് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു പണി ചെയ്യും. എന്തുവാ? അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആനോഡ് ഉണ്ടല്ലോ, ആനോഡിൽ ഒരു ഹോൾ ഉണ്ടാക്കും. ഓക്കെ, എവിടെയാണ് ഹോൾ ഉണ്ടാക്കുന്നത്? ആനോഡിൽ നമ്മളൊരു ഹോൾ ഉണ്ടാക്കും. എന്നിട്ട് ആനോഡിന്റെ ബിഹൈൻഡിലുള്ള ട്യൂബിൽ നമ്മളൊരു ഫോസ്ഫോറസൻ മെറ്റീരിയലായ സിങ്ക് സൾഫൈഡ് കൊണ്ട് കോട്ട് ചെയ്യും. ഏതാണ്? ഫോസ്ഫോറസൻ മെറ്റീരിയലായ സിങ്ക് സൾഫൈഡ് കൊണ്ട് ആനോഡിന്റെ ബിഹൈൻഡിലായിട്ടുള്ള ഒരു ട്യൂബിൽ നമ്മൾ സിങ്ക് സൾഫൈഡ് ഉണ്ട്, ഫോസ്ഫോറസൻ മെറ്റീരിയലായ സിങ്ക് സൾഫൈഡ് കൊണ്ട് നമ്മൾ കോട്ട് ചെയ്യും. ഈ ഫോസ്ഫോറസൻ മെറ്റീരിയൽ എന്ന് വെച്ചാൽ എന്തോന്ന് അറിയോ? ഈ ഫോസ്ഫോറസൻ മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഈ റേകൾ വന്ന് ഹിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഇല്ലേ, അതിനാണ് നമ്മൾ ഫോസ്ഫോറസൻ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആരെയാണ്? സിങ്ക് സൾഫൈഡ്. ഓർത്ത് വെച്ചേക്കണേ. എവിടെയാണ്? ആനോഡിന്റെ ബാക്കിലുള്ള ട്യൂബിലാണ് നമ്മൾ ഈ സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്യുന്നത്. അത് ഓർത്ത് വെച്ചേക്കണം. ആനോഡിന്റെ ബാക്കിലുള്ള ട്യൂബെന്നും സിങ്ക് സൾഫൈഡാണ് നമ്മൾ കോട്ട് ചെയ്തതെന്നും ഓർത്ത് വയ്ക്കണം. ഓക്കെ, അപ്പോൾ ഫോസ്ഫോറസൻ മെറ്റീരിയൽ എന്താണെന്ന് അറിയാമല്ലോ. ഇപ്പം എന്താ റേസ് ഹിറ്റ് ചെയ്യുമ്പോൾ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസോ മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഫോസ്ഫോറസൻ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഫ്ലൂറസൻ കോട്ടിങ്. ഇവിടെ മഞ്ഞ കളർ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു, ബ്ലൂ കളർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഫ്ലൂറസൻ കോട്ടിംഗ് ആണ് കാണിച്ചിരിക്കുന്നത്. ബാക്കിലായിട്ട് നമ്മളൊരു ഫ്ലൂറസൻ കോട്ടിങ്ങോ സിംഗിൾ സൾഫൈഡ് കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ, അതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാഥോഡ് റേ ട്യൂബിൽ നിന്ന് ആനോഡിലേക്ക് ഇങ്ങനെ സ്ട്രീം ഓഫ് പാർട്ടിക്കിൾസ് പോയിക്കൊണ്ടേയിരിക്കും കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇവിടെ ഈ സിങ്ക് സൾഫൈഡിൻ്റെ കോട്ടിംഗ് ഉള്ളതുകൊണ്ട് അതിൻ്റെ അകത്തുനിന്ന് ഹിറ്റ് ചെയ്തിട്ട് അവിടെ ഒരു ബ്രൈറ്റ് സ്പോട്ട് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഇതിലൂടെ എന്തോ ഒഴുകുന്നുണ്ടെന്ന്, ഇലക്ട്രിസിറ്റി അല്ലെ കറണ്ട് ഒഴുകുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പണ്ട് ടെലിവിഷനിലും ഈ കാഥോഡ് റേക്ക് സിമിലർ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് തന്നെയായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അതിൻ്റെ പിക്ചർ ട്യൂബിലൊക്കെ. ഇപ്പോൾ കാലം മാറിയല്ലോ, ഇപ്പോൾ LCD LED TVകളല്ലേ. ഈ ഒരു എക്സ്പെരിമെൻറ്റ്, ഈ കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റിന് കിട്ടിയ കുറച്ച് സമ്മറി, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചൊരു ഒബ്സർവേഷനാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് കാര്യം എന്തുവാ? കാഥോഡ് റേ സ്റ്റാർട്ട് ഫ്രം കാഥോഡ് ആൻഡ് മൂവ് ടുവേർഡ്സ് ആനോഡ്.
കാഥോഡ് റേ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? കാഥോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, ആനോഡിലേക്ക് മൂവ് ചെയ്യും. നമ്മൾ നേരത്തെ കണ്ട കാര്യം തന്നെ ഒന്നും കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. സെക്കൻഡ് ഒബ്സർവേഷൻ എന്തോ സെക്കൻഡ് കാര്യം എന്ന് വെച്ചാൽ ദീസ് റേസ് ദംസെൽസ് ആർ നോട്ട് വിസിബിൾ ബട്ട് ദെയർ ബിഹേവിയർ ക്യാൻ ബി ഒബ്സർവ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫ്ലൂറസെന്റ് മെറ്റീരിയൽസ്. ഫ്ലൂറസെന്റ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോസ്ഫോറസെന്റ് മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ ഇവർ ദംസെൽസ് അവർ സ്വന്തമായിട്ട് വിസിബിൾ അല്ല. പിന്നെ നമ്മൾ എങ്ങനെയായിരുന്നു ഇവർ ഐഡന്റിഫൈ ചെയ്ത്? നമ്മൾ സിങ്ക് സൾഫൈഡ് കോട്ടിംഗ് ഒക്കെ കൊടുത്തായിരുന്നല്ലോ ആനോഡിന്റെ ബാക്കിലുള്ള ട്യൂബിൽ. അങ്ങനെയല്ല നമ്മൾ ഐഡന്റിഫൈ ചെയ്തത് അല്ലേ? ഇങ്ങനെ ഒരു റേ ഒക്കെ പോകുന്നുണ്ട് എന്നൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അങ്ങനെയാണ്. അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി തേർഡ് കാര്യം എന്ത് പറയുന്നത്? തേർഡ് പറഞ്ഞത് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഓർ മാഗ്നറ്റിക് ഫീൽഡ് ദി ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻസ്. അപ്പം ഇലക്ട്രിക് ഫീൽഡ് അല്ല മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും ഇല്ലെങ്കിൽ അവർ സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും പോകുന്നത്. ഓക്കെ, ഈ ഒരു ഒബ്സർവേഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇൻ ആബ്സെൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ആബ്സെൻസിൽ ഇവർ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് പോകുന്നത്. ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺ നമ്മൾ Q/m റേഷ്യോ എന്നും പറയും. 1897 J.J. തോംസൺ എന്ന സയന്റിസ്റ്റ് ആണ് ഈ ഇലക്ട്രോണിന്റെ Q/m റേഷ്യോ. ഇലക്ട്രോണിന്റെ ആകുമ്പോൾ നമ്മൾ E/m എന്ന് പറയും കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഇലക്ട്രോണിന്റെ ചാർജ് നമ്മൾ E റെപ്രസെന്റ് ചെയ്യില്ല, അതുകൊണ്ടാണ് E/m റേഷ്യോ എന്ന് പറയും. ഓക്കെ, അദ്ദേഹം എങ്ങനെയാണ് ഇത് കണ്ടെത്തിയെന്ന് നോക്കണ്ടേ? അദ്ദേഹം ഈ കാഥോഡ് റേ ട്യൂബ് യൂസ് ചെയ്തിട്ടാണ് കണ്ടെത്തിയത്. കാഥോഡ് റേ ട്യൂബിൽ സ്ട്രീം ഓഫ് പാർട്ടിക്കിൾസ് ഇങ്ങനെ പോകുമല്ലോ, കാഥോഡ് റേ പോകുമല്ലോ, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് അദ്ദേഹം ഇലക്ട്രിക് ഫീൽഡിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും വെച്ചു. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലും പെർപെൻഡിക്കുലർ ആയിരുന്നു. ആ സ്ട്രീം ഓഫ് പാർട്ടിക്കിൾസിനും പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചിട്ടാണ് അദ്ദേഹം ഈ Q/m റേഷ്യോ. ഇവിടെ 5 ഒബ്സർവേഷൻസ് പറയുമെങ്കിൽ നമ്മുടെ J.J. തോംസണ് ഇലക്ട്രോണിന്ന് സബ് പാർട്ടിക്കിളിലേക്ക് എത്തിച്ചത് ഏത് ഒബ്സർവേഷനാണ്? ഈ 4th ഒബ്സർവേഷനാണ്. ഇനി 5th വൺ എന്താ പറയുന്നത്? 5th വൺ പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാഥോഡ് റേസ് ഡു നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ മെറ്റീരിയൽ ഓഫ് ദ ഇലക്ട്രോഡ് ആൻഡ് മെറ്റീരിയൽ ഓഫ് നേച്ചർ ഓഫ് ഗ്യാസ് പ്രസന്റ് ഇൻ കാഥോഡ് റേ 2. ഈ കാഥോഡ് റേ ഉണ്ടല്ലോ, കാഥോഡ് റേ ഈ കാഥോഡ് റേ ട്യൂബ് ഏത് ഇലക്ട്രോഡ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്നോ അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിരുന്ന ഗ്യാസ് ഏതാണെന്നോ അതിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല കാഥോഡ് റേയുടെ ക്യാരക്ടറിസ്റ്റിക്സുകൾ. ഈ ക്യാരക്ടറിസ്റ്റിക്സ് പക്ക അത് തന്നെയായിരിക്കും. ഓക്കെ, ഇതാണ് 5 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാഥോഡ് റേസ് എന്ന് പറയുന്ന ഈ ഒബ്സർവേഷൻസ്. ഇത് പക്ക മനസ്സിലായിക്കോണം കേട്ടോ. കാഥോഡ് റേ പാർട്ടിക്കിളിന്റെ ഡീവിയേഷൻ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഇലക്ട്രിക് ഫീൽഡിന്റെയും പ്രസൻസിൽ കാഥോഡ് റേ പാർട്ടിക്കിളിന്റെ ഡീവിയേഷൻ 3 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് തോംസൺ ആർഗ്യൂ ചെയ്തു. ആ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണേ, പഠിച്ചു വെച്ചേക്കണേ. ആ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യത്തെ കാര്യം എന്തുവാ? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് നെഗറ്റീവ് ചാർജ്. ഓക്കെ, നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിളാണ് കാഥോഡ് റേ. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഒബ്സർവേഷനിൽ നമ്മൾ കണ്ടായിരുന്നല്ലോ, കാഥോഡ് റേ ട്യൂബിന്റെ ഒബ്സർവേഷൻ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിളിന്റെ നെഗറ്റീവ് ചാർജ് കൂടുന്നതനുസരിച്ച് ഡിഫ്ലക്ഷൻ കൂടും. ഓക്കെ, നെഗറ്റീവ് ചാർജ് ഇൻക്രീസസ്, ഡിഫ്ലക്ഷൻ ആൾസോ ഇൻക്രീസസ് വിത്ത് ദാറ്റ്. ഈ സെക്കൻഡ് കാര്യം എന്തുവാ? സെക്കൻഡ് ആർഗ്യുമെന്റ് എന്തുവാ? മാസ് ഓഫ് പാർട്ടിക്കിൾ. ലൈറ്റർ പാർട്ടിക്കിൾ ഗ്രേറ്റർ ഡിഫ്ലക്ഷൻ. ഓക്കെ, പാർട്ടിക്കിളിന്റെ മാസ് കുറയുന്നതനുസരിച്ച് ഡിഫ്ലക്ഷന്റെ തോത് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, നേരത്തെ നമ്മൾ ഡയറക്റ്റ് റിലേഷൻ ആയിരുന്നു കണ്ടത്. നെഗറ്റീവ് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡിനോട് ഡയറക്റ്റ് റിലേഷൻ ആയിരുന്നു നമ്മൾ കണ്ടത്. ഇവിടെ നമ്മൾ ഇൻവേഴ്സ് റിലേഷനാണ് കാണുന്നത്. ഏതിന്റെ കേസിലാണ്? മാസിന്റെ കേസിലാണ്. മാസ് കുറയുന്നതനുസരിച്ചാണ് ഡിഫ്ലക്ഷൻ കൂടുന്നത്. ഇനി തേർഡ് വൺ എന്തുവാ? സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്ന് പറയുമ്പം വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് ഡിഫ്ലക്ഷൻ കൂടും. വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ പെർപെൻഡിക്കുലർ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ്, അതിൻ്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡിന്റെ വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് ഡിഫ്ലക്ഷന്റെ തോത് കൂടും. ഓക്കെ, പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടുന്നതനുസരിച്ചും ഡിഫ്ലക്ഷന്റെ തോത് കൂടും. ഓക്കെ, ഇതൊക്കെ ആർഗ്യുമെന്റ്സ് ആണ് തോംസന്റെ. ഇത് 3ഉം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കണം. J.J. തോംസൺ നടത്തിയൊരു എക്സ്പെരിമെൻ്റ് ആണ്. ഈ സ്ട്രീം ഓഫ് പാർട്ടിക്കിൾസ് ഇങ്ങനെ കടത്തിവിട്ട് ഒരു പോസിറ്റീവ് പ്ലേറ്റ് നെഗറ്റീവ് പ്ലേറ്റും വെച്ചു. ഓക്കെ, എന്നിട്ട് നമ്മൾ A-B-C എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ മാത്രം വെച്ചിട്ടാണ് ഈ സ്ട്രീം ഓഫ് പാർട്ടിക്കിൾസിൽ ഇലക്ട്രിക് ഫീൽഡ് മാത്രം പെർപെൻഡിക്കുലറായിട്ട് വെക്കുകയാണെങ്കിൽ ആ പാർട്ടിക്കിൾസ് എല്ലാം എയിൽ പോകുന്നതായിട്ട് അദ്ദേഹം കണ്ടെത്തി. എ എന്ന പോയിന്റിലേക്ക് പോയി ഹിറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടെത്തി. ഇപ്പം ഇലക്ട്രിക് ഫീൽഡ് അല്ല, മാഗ്നറ്റിക് ഫീൽഡ് മാത്രം വെച്ചപ്പം അത് സിയിൽ പോയി ഹിറ്റ് ചെയ്തു. ഓക്കെ, ഈ പാർട്ടിക്കിൾസ് പോയി സി പോയി ഹിറ്റ് ചെയ്തു മാഗ്നറ്റിക് ഫീൽഡ് മാത്രം വെച്ചപ്പോൾ. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പെർപെൻഡിക്കുലറായിട്ട് വെച്ചപ്പോഴത്തേക്ക് അത് സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ പോയി, അൺഎഫക്റ്റഡ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ തന്നെ പോയി. ഓക്കെ, ഈ ഒരു ഒബ്സർവേഷനിൽ നിന്ന് ആ ഒരു ഡിഫ്ലക്ഷൻ മാറ്റി വെച്ച് ആ ഒരു മെഷർമെൻറ്റ് ചെയ്ത് നോക്കുകയാണ് അദ്ദേഹം E/m റേഷ്യോ കണ്ടെത്തിയത്. ഓക്കെ, E/m റേഷ്യോ അദ്ദേഹം കണ്ടെത്തി. അതിൻ്റെ വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം കേട്ടോ. E/m റേഷ്യോ കണ്ടെത്തി, അതിൻ്റെ വാല്യൂ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ 1.75 ഇൻറ്റു ബാക്കി കുറേ ഉണ്ട്, അങ്ങനെ വേണ്ട, 1.75 എന്ന് പഠിച്ചാൽ മതി. 1.75 ഇൻറ്റു 10⁻11.
അല്ലെങ്കിൽ 1.76 എന്ന് പറയാം. കാര്യം എന്ന് വെച്ചാൽ 1.758820 എന്ന് പറഞ്ഞിട്ടാണ് ആ വാല്യൂ പോകുന്നത്. അവിടെ നമുക്ക് 1.76 എന്നും പറയാം. അപ്പോൾ ഇബയം റേഷ്യോയുടെ വാല്യൂ പഠിച്ചു വയ്ക്കണം. എത്ര? 1.76 അല്ലെങ്കിൽ 1.75 × 10⁻11. ഇതാണ് ഇബയം റേഷ്യോയുടെ വാല്യൂ. ഇതാരാണ് കണ്ടെത്തിയത്? J.J. തോംസൺ ആണ് കണ്ടെത്തിയത്. ചാർജ് ഓൺ ആൻ ഇലക്ട്രോൺ. നമ്മൾ ഇലക്ട്രോണൊക്കെ ഡിസ്കവർ ചെയ്തു. ഇനി അതിൻ്റെ ചാർജിനെ പറ്റിയാണ് നോക്കുന്നത്. ഇലക്ട്രോണിൻ്റെ ചാർജ് ആരാ കണ്ടുപിടിച്ചത്? മില്ലിക്കൺ എന്ന സയൻറ്റിസ്റ്റ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ് നടത്തിയാണ് ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാണ്? ഇലക്ട്രോൺ നെഗറ്റീവ്ലി ചാർജ് ആയതുകൊണ്ട് മൈനസ് കൊടുക്കണം. 1.6 × 10⁻19 കൂളം. ഇത് പഠിച്ചു വെക്കണം കേട്ടോ. 1.6 × 10⁻19 കൂളമാണ് ഇലക്ട്രോണിൻ്റെ ചാർജ്. ഇത് അദ്ദേഹം മില്ലിക്കൺ എന്ന സയൻറ്റിസ്റ്റ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടാണ് കണ്ടെത്തിയത്. ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ് നമ്മൾ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് നമ്മൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് കൺഫ്യൂസ് ആക്കണ്ട, അത് നോക്കണ്ട. ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ് ചെയ്താണ് മില്ലിക്കൺ ചാർജ് കണ്ടെത്തിയെന്ന് മാത്രം പഠിച്ചിരുന്നാൽ മതി. ആകെ അവിടെ നിന്ന് ഉപയോഗപ്പെടുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, Q = 20. അത് നമ്മൾ അല്ലാത്ത ചാപ്റ്ററിലൊക്കെ പഠിക്കുന്നത്, അത് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇതിൽ നിന്ന് ഈ ഇലക്ട്രോണിൻ്റെ ചാർജ് നമ്മൾ കണ്ടെത്തി. നേരത്തെ തോംസൺ ഇബയം റേഷ്യോ കണ്ടെത്തി. ഇതിൽ നിന്ന് നമുക്ക് മാസ് ഓഫ് ഇലക്ട്രോൺ കണ്ടെത്താമല്ലോ. എങ്ങനെ ചെയ്താൽ മതി? E/E/m ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഈ എത്രയാണ്? 1.6 × 10⁻19 E/m ചെയ്തു. അപ്പോൾ ഇതിൽ നമുക്ക് മാസ് ഓഫ് ഇലക്ട്രോൺ കണ്ടെത്താം. എത്രയാണ് ഇലക്ട്രോണിൻ്റെ മാസ്? 9.1 × 10⁻31 കിലോഗ്രാം ആണ്. 9.1 × 10⁻31 കിലോഗ്രാം ആണ്. അത് നോട്ട് ചെയ്തോണം, ഇത് കാണാൻ പഠിക്കണം. ഇത്രയാണ് എന്തിൻ്റെ മാസ് എന്ന് പറയുന്നത്? ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത്. മോഡേൺ കാഥോഡ് റേ ട്യൂബ് വെച്ചിട്ട് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്തിയപ്പോൾ നമ്മൾ കുറേ പോസിറ്റീവ് ആയിട്ടുള്ള ചാർജ് പാർട്ടിക്കിൾസിനെ ഡിസ്കവർ ചെയ്തു. ഓക്കെ, ആ പാർട്ടിക്കിൾസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്, അൺലൈക്ക് കാഥോഡ് റേസ് പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് ഡിപ്പെൻഡ് അപ്പോൺ നേച്ചർ ഓഫ് ഗ്യാസ്. നമ്മൾ കഴിഞ്ഞതിൽ തന്നെ നേരത്തെ എന്ത് പറഞ്ഞു? കാഥോഡ് റേ പറ്റി പറഞ്ഞു. കാഥോഡ് റേ ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് അങ്ങനെയല്ല. ഇവർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഗ്യാസിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തുവാ? Q/m ഡിപ്പെൻഡ് ഓൺ ഗ്യാസ്. നമ്മൾ ഇലക്ട്രോണിൻ്റെ കേസിൽ ഒരു കോൺസ്റ്റൻറ്റ് Q/m വാല്യൂ ഒക്കെ പറഞ്ഞു, നമ്മൾ പഠിച്ചിരിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഏതായിരുന്നു ആ വാല്യൂ? എത്രയായിരുന്നു? 1.75 × 10⁻11 അല്ലേ. അതുപോലെ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ നമുക്ക് ഏതിൻ്റെ കേസിൽ പറയാൻ പറ്റില്ല? ഈ പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസിൻ്റെ കേസിൽ അങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് Q/m റേഷ്യോ നമുക്ക് പറയാൻ കഴിയില്ല. ഇനി തേർഡ് വൺ എന്തുവാ? തേർഡ് വൺ വന്നിട്ട് സം ഓഫ് ദ പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് ക്യാരി എ മൾട്ടിപ്പിൾ ഓഫ് ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഓക്കെ, അപ്പോൾ പല ഗ്യാസിൻ്റെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പല ഗ്യാസ് നോക്കുമ്പോഴും പല ഗ്യാസ് എടുക്കുമ്പോഴും അതിൻ്റെ അകത്ത് ഈ ഇലക്ട്രിക് പലതിൻ്റെയും ചാർജ് വന്നിട്ട് പലതായിരിക്കും അല്ലേ. പല ഗ്യാസ്, ഇപ്പോൾ നൈട്രജൻ, ഓക്സിജൻ ഏത് നോക്കുകയാണെങ്കിലും പലതിൻ്റെ ഹൈഡ്രജൻ ഏത് നോക്കിയാലും പലതിൻ്റെയും ചാർജ് വന്നിട്ട് പലതായിരിക്കും അല്ലേ. അത് നമുക്കറിയാം. ഈ ചാർജസ് എല്ലാം കോണ്ടൈസ്ഡ് ആണ്. അപ്പോൾ അതെല്ലാം ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ് അതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കും വരുന്നത്. അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ഒബ്സർവ് ചെയ്തു അദ്ദേഹം. Behavior of this particle in electric and magnetic field is opposite to that observed for electron or cathode ray. നമ്മൾ cathode ray, electrode ray അതിനകത്ത് നമ്മൾ കുറേ ഒബ്സർവേഷൻസ് ഒക്കെ കണ്ടു. ആ ഒബ്സർവേഷനിൽ ജസ്റ്റ് പക്ക ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ പാർട്ടിക്കിൾസ് ബിഹേവിയർ നമ്മൾ കണ്ടെത്തിയത്. എങ്ങനെയാണ്? പക്ക ഓപ്പോസിറ്റ് ആയിട്ടാണ് കണ്ടെത്തിയത്. സോ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഇവർ ജസ്റ്റ് ഓപ്പോസിറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവരാണ് മറ്റവരുടെ അല്ലേ. ഇതൊക്കെയായിരുന്നു കണ്ടെത്തിയ ക്യാരക്ടറിസ്റ്റിക്സ്. ഇതിൽ നിന്നെല്ലാം കൂടി ഒരു കൺക്ലൂഷനിലെത്തി. ദ സ്മോളസ്റ്റ് ആൻഡ് ലൈറ്റസ്റ്റ് പോസിറ്റീവ് അയോൺ വാസ് ഒബ്റ്റെയിൻ ഫ്രം ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഗ്യാസ് യൂസ് ചെയ്തപ്പോഴാണ് സ്മോളസ്റ്റും അതുപോലെ തന്നെ ലൈറ്റസ്റ്റും ആയിട്ടുള്ള പോസിറ്റീവ് അയോണിനെ ഒബ്റ്റെയിൻ ചെയ്തത്. അതിനെ അവരെന്തെന്ന് വിളിച്ചു? അവർ പ്രോട്ടോൺ എന്ന് വിളിച്ചു. അതിനെ വിളിച്ചത്? അതിനെയാണ് അവർ പ്രോട്ടോൺ എന്ന് വിളിച്ചത്. ഇതാണ് എന്തിൻ്റെ ഡിസ്കവറി? പ്രോട്ടോൺ ഡിസ്കവറി. എങ്ങനെയാണ് അവർ പ്രോട്ടോണിനെ ഡിസ്കവർ ചെയ്തത്? ഏതിൻ്റെ ഡിസ്കവറിയാണ്? പ്രോട്ടോണിൻ്റെ ഡിസ്കവറി. ഓക്കെ, പ്രോട്ടോണിൻ്റെ ഡിസ്കവറിയാണിത്. പ്രോട്ടോണിനെ ഡിസ്കവർ ചെയ്തു. ഇനി പോസിറ്റീവ് ചാർജുള്ള ഈ പാർട്ടിക്കിളിന് കാറ്റഗറൈസ് ചെയ്ത ഇയർ ഏതാണെന്ന് ചോദിച്ചാൽ 1919 ആണ്. ഇയർ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ഞാൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതാണ് പ്രോട്ടോണിൻ്റെ ഡിസ്കവറി ഓഫ് ന്യൂട്രോൺ. 1932 ചാഡ്വിക് എന്ന സയൻറ്റിസ്റ്റാണ് ന്യൂട്രോണിനെ ഡിസ്കവർ ചെയ്തത്. ഇത് എങ്ങനെയാണ് ഡിസ്കവർ ചെയ്തത്? ബൈ ബോംബാർഡിങ് എ തിൻ ഷീറ്റ് ഓഫ് ബെർലിയം ബൈ ആൽഫ പാർട്ടിക്കിൾ യൂസ് ചെയ്തിട്ട് ഒരു തിൻ ഷീറ്റ് ഓഫ് ബെർലിയത്തിന് ബോംബാർഡ് ചെയ്താണ് അദ്ദേഹം ഇത് ഡിസ്കവർ ചെയ്തത്. അപ്പോൾ എന്താ ഒബ്സർവേഷൻ എന്തുവായിരുന്നു? ഇലക്ട്രിക്കലി ന്യൂട്രൽ പാർട്ടിക്കിൾസ് ഓഫ് മാസ് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ പ്രോട്ടോൺ വാസ് എമിറ്റഡ്
അതിന് അദ്ദേഹം എന്തെന്ന് പേരിട്ടു, ന്യൂട്രോൺ എന്ന് പേരിട്ടു. ഓക്കെ, അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്, ഈ ബെർലിയത്തിൻ്റെ ഒരു തിൻ ഷീറ്റിൽ അദ്ദേഹം ആൽഫ പാർട്ടിക്കിൾസ് കൊണ്ട് ബോംബാർഡ് ചെയ്തു. അപ്പോഴെന്ത് സംഭവിച്ചു, അപ്പോൾ ഇലക്ട്രിക്കലി ന്യൂട്രലും എന്നാൽ പ്രോട്ടോണിൻ്റെ മാസിൻ്റെ ഏകദേശം സെയിം ആണ്, പക്ഷേ അതിനെക്കാളും സ്ലൈറ്റ്ലി ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്തതായിട്ട് കണ്ടുപിടിച്ചു. അദ്ദേഹം അതിനെ എന്തെന്ന് നെയിം ചെയ്തു, ന്യൂട്രോൺ എന്ന് നെയിം ചെയ്തു. ഇതാണ് എന്തിനാണ് ഡിസ്കവറി, ന്യൂട്രോണിൻ്റെ ഡിസ്കവറി. ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസിന്റെ പ്രോപ്പർട്ടീസും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ അവസാനിച്ചു. ഓക്കെ, നോക്കാം. അപ്പോൾ ഇലക്ട്രോൺ അതിൻ്റെ സിമ്പിൾ എന്തോ ഇ, അതിൻ്റെ അബ്സലൂട്ട് ചാർജ് എന്ന് വെച്ചിട്ട് നെഗറ്റീവ്ലി ചാർജ്ഡ് -1.16 × 10⁻⁹. അതിൻ്റെ റിലേറ്റീവ് ചാർജ് വന്നിട്ട് ഇതെല്ലാം എൻ്റെ എല്ലാം കൂടെ വെച്ചിട്ട് നോക്കുവാണ്, എൻ്റെ എല്ലാം കൂടെ റിലേറ്റീവായിട്ട് നോക്കുകയാണെങ്കിൽ എന്താണെന്ന് പറയാം, -1 എന്ന് പറയാം. മാസ് നോക്കുകയാണെങ്കിൽ കിലോഗ്രാമിലാണ് 9.1 × 10⁻31. അത് അറ്റോമിക് മാസ് യൂണിറ്റിൽ പറഞ്ഞാൽ 0.0054. അതിനെ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത് 0 എന്ന് തന്നെ എടുക്കും. ഓക്കെ, ഇതിൻ്റെ മാസാണ് ഇലക്ട്രോണിൻ്റെ മാസ്. ഇനി പ്രോട്ടോൺ നോക്കാം. പ്രോട്ടോണിൻ്റെ സിമ്പിൾ എങ്ങനെയാണ്, പി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അബ്സലൂട്ട് ചാർജ് ഇലക്ട്രോണിൻ്റെ പോസിറ്റീവായിട്ട് വരും, +1.6 × 10⁻19. 10⁻19 അതിൽ 10⁻−19. ഓക്കെ, 10⁻−19 ആണ്. 10⁻−19 10⁻−19 ആണ് അബ്സലൂട്ട് ചാർജ്. റിലേറ്റീവ് ചാർജ് നോക്കുകയാണെങ്കിൽ അതിന് സെയിം വാല്യൂ തന്നെയല്ലേ, പക്ഷേ അതിന് പോസിറ്റീവായിട്ട് വരും. അതുകൊണ്ട് നമുക്ക് +1 എന്ന് പറയാം. മാസ് പെർ കിലോഗ്രാം നോക്കുകയാണെങ്കിൽ 1.6 × 10⁻27. മാസ് അറ്റോമിക് മാസ് യൂണിറ്റിൽ നോക്കിയാൽ 1.00727. അപ്രോക്സിമേറ്റ് ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ 1 എന്ന് തന്നെ പറയാം. ഇനി അടുത്ത ന്യൂട്രോൺ. ന്യൂട്രോൺ എന്ന് പറയുന്നത് അതിന് എന്നാ സിമ്പിളുണ്ട്, ചാർജ് ഒന്നുമില്ല, അതുകൊണ്ട് റിലേറ്റീവ് ചാർജും ഇല്ല. റിലേറ്റീവ് ചാർജ് 0 എന്ന് എടുക്കും, ചാർജ്ലെസ് അല്ല, ഇപ്പോൾ 0 എന്ന് തന്നെ എടുക്കും. അതിൻ്റെ മാസ് നമ്മൾ പറഞ്ഞു പ്രോട്ടോണിനെക്കാളും സ്ലൈറ്റ്ലി ഹയർ എന്ന് പറഞ്ഞത്, സ്ലൈറ്റ്ലി എന്ന് വളരെ ചെറുത്. എത്ര, മറ്റേത് 1.672 ആയിരുന്നെങ്കിൽ ഇത് 1.674 × 10⁻27 കിലോഗ്രാം ആണ്. ഇതൊക്കെ കാണാൻ പഠിക്കേണ്ട വാല്യൂസ് ആണ് കേട്ടോ. അറ്റോമിക് മാസ് യൂണിറ്റിലുള്ള വാല്യൂ കാണാൻ പഠിക്കേണ്ട, ബാക്കിയെല്ലാം കാണാൻ പഠിച്ചോണം. ഇനി മാസ് പെർ യു നോക്കുകയാണെങ്കിൽ 1.00867 ആണ്. അത് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് 1 എന്ന് എടുക്കാം. ഓക്കെ, മാസ് പെർ യു ഒഴിച്ച് അറ്റോമിക് മാസ് യൂണിറ്റിലുള്ള മാസ് ഒഴിച്ച് ബാക്കിയെല്ലാം കാണാൻ പഠിക്കണം. ഓക്കെ, ഇതോടെ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ അവസാനിച്ചു.